പിണറായിയുടെ വീട്ടിലെ ഇ.ഡി. പരിശോധനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൊടിപൊടിക്കുകയാണിപ്പോൾ. പരാജയത്തിന്റെ ആലസ്യത്തിലായിരുന്ന ഇടതുപക്ഷത്തെ കൂടുതൽ ദുർബലമാക്കാനാകുമെന്നാണ് രാഷ്ട്രീയ എതിരാളികൾ ഈ അവസരത്തെ കണ്ടത്. എന്നാൽ മറിച്ചാണ് സംഭവിച്ചത്. രാഷ്ട്രീയ പ്രേരിതമായ ഇ.ഡി. പരിശോധനയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് CPIM ഇടതുപക്ഷവും ഉയർത്തിയത്. 1% പോലും കൺവിക്ഷൻ റേറ്റ് ഇല്ലാത്ത, അതായത് 100 കേസുകൾ അന്വേഷിച്ചാൽ ഒരു കേസ് പോലും വിജയിക്കാത്ത അന്വേഷണ ഏജൻസി എന്ന ദുഷ്പേരുള്ള ഇഡിക്കെതിരെ കോൺഗ്രസും മുസ്ലിം ലീഗ് ഉൾപ്പെടെ 17 പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചത് 2022-ലാണ്. രാഷ്ട്രീയപരമായ പകപോക്കലിന് കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ് ഇഡി എന്നാണ് അന്ന് അവർ വാദിച്ചത്. നാഷണൽ ഹെറാൾഡ് കേസിൽ ദിവസങ്ങളോളം സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഇതേ ഇഡി ചോദ്യം ചെയ്തപ്പോൾ രാജ്യത്ത് കോൺഗ്രസ് കാട്ടിക്കൂട്ടിയ പ്രതിഷേധം നമ്മൾ മറന്നിട്ടില്ല. എന്നാൽ വാളയാർ ചെക്ക് പോസ്റ്റിനിപ്പുറം കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസിനും ലീഗിനും ഇഡി പ്രിയപ്പെട്ടതായി മാറി. ഈ സാഹചര്യത്തിലാണ് റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഡോക്ടർ അരുൺ കുമാർ പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ പ്രസക്തമാകുന്നത്. ഇതോ അക്രമം എന്നൊരു CPM നേതാവ് ചോദിച്ചത് എന്റെ സഹപാനലിസ്റ്റ് വിമർശിച്ചിരുന്നു. ഇതല്ല അക്രമം. ഞാൻ അക്രമത്തിന് 2 ഉദാഹരണങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിൽ, എന്റെ പാനലിസ്റ്റുകൾക്ക് മുന്നിൽ പറയാം. ഒന്ന് ഇന്ത്യൻ എക്സ്പ്രസിന്റെ 2022 ജൂലൈ മാസം 21-ാം തീയതിയിലെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നു, ഇഡി സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചതിന്റെ ഭാഗമായി 2 കാർ കത്തിച്ചു കളഞ്ഞു. ഒന്ന് ഇഡി ഓഫീസിന് മുന്നിൽ ശാന്തിനഗറിലും മറ്റൊന്ന് ശേഷാദ്രിപുരം എന്ന് പറയുന്ന സ്ഥലത്തും 2 കാറുകൾ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്. അക്രമം ഇങ്ങനെയും ആകാം എന്ന് കാണിച്ചു തന്നത് കോൺഗ്രസ് ആണ്. 2022-ലാണ് ഇഡിയുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധി സോണിയാഗാന്ധിയെ നാഷണൽ ഹെറാൾഡ് കേസുമായി കസ്റ്റഡിയിലെടുത്ത സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇത് ചെയ്തത്. 5 പേരെ അറസ്റ്റ് ചെയ്തുവെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. 2022 തീർന്നില്ല. ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു, അതേ ദിവസം തന്നെ ബോംബെയിൽ ഇഡി ഓഫീസിൻ്റെ മതിലി ചാടിക്കടന്ന് അതിൻ്റെ ഗേറ്റിൻ്റെ ആ പൂട്ട് തകർത്ത് അതിനുള്ളിൽ പോയി അവിടെയുള്ള പ്രവർത്തകർ അന്ന് അവധി ദിവസമായിട്ട് പോലും സെക്യൂരിറ്റി ജീവനക്കാരെ മറികടന്ന് ഇഡി കോമ്പൗണ്ടിലേക്ക് ട്രസ്പാസ് ചെയ്ത് കയറി പ്രതിഷേധം നടത്തി എന്നുള്ളതിന് അവിടെയും ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബോംബെയിലാണ്, ഒന്ന് ബാംഗ്ലൂരിലാണ്. പലയിടത്തും പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ നാഷണൽ ഹെറാൾഡ് കേസിൽ അതൊരു വ്യാജ കേസാണെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അങ്ങനെ തന്നെയാണ് ഒടുവിൽ വിധി വന്നതും. ആ സമയത്ത് പ്രതിഷേധിക്കുകയും കാറിന് തീ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് അക്രമമല്ലാതാവുകയും ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ 7 മണിക്കൂറോളം ഒരു കേസുമായി ബന്ധപ്പെട്ട 12 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുമ്പോൾ അവരുടെ നേതാവിനെ 7 മണിക്കൂർ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന മട്ടിലുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ പ്രവർത്തകർ കാറിൻ്റെ ചില്ല് തകർക്കുന്നത് അക്രമമാവുകയും ചെയ്യുന്നത് അനീതിയാണ്. 2ഉം അക്രമം തന്നെയാണെന്ന് പറയുകയാണ് വേണ്ടത് എന്നതാണ് എൻ്റെ അഭിപ്രായം. അത് 2ഉം അക്രമം തന്നെയാണ്. അത് ആ രീതിയിൽ അല്ല നമ്മളൊരു നിയമ സംവിധാനത്തിൽ പ്രവർത്തിക്കേണ്ടത്. പക്ഷേ വയലൻ്റായി നിൽക്കുന്ന ഒരു മോബിനിടയിലേക്ക് ഇഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന 3 കാറുകളും അങ്ങനെ ഇറക്കി വിടാൻ പാടുണ്ടായിരുന്നു എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാര്യം ജനങ്ങൾ പല രീതിയിലാണല്ലോ പ്രതികരിക്കുക. വയലൻ്റായൊരു മോബ് തന്നെയാണ്. പക്ഷേ കണ്ണൂരിൽ നോക്കൂ, കോഴിക്കോട് നോക്കൂ, അവിടെയൊക്കെ റെയ്ഡ് ഉണ്ടാകുന്നു. അവിടെയൊന്നും ഈ ഇഡി ഉദ്യോഗസ്ഥർക്ക് ആ രീതിയിലുള്ള പരിക്ക് പറ്റുകയോ കാറിനൊന്നും ഒരു പോറൽ പോലും ഏൽക്കുകയോ ചെയ്യുന്നില്ല. ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. പ്രതിഷേധം ഉണ്ടാവണം. കാര്യം ഇഡിയുടെ കേസുകളിൽ നമ്മൾ പറഞ്ഞതുപോലെ 95% കേസുകളും പ്രതിപക്ഷത്തിരിക്കുന്ന നേതാക്കൾക്കെതിരെയാണ്. ആ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് പോലെ പ്രവർത്തിക്കുന്ന ഇഡിക്കെതിരെ രാഷ്ട്രീയമായ പ്രതിരോധം ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. ഇനി CPM പ്രതിരോധത്തിലാണോ എന്ന ചോദ്യത്തിലേക്ക് വന്നാൽ CPM പ്രതിരോധത്തിലല്ല. പ്രതിരോധത്തിലായിരുന്ന CPM-നെ യഥാർത്ഥത്തിൽ ഒരു ഉത്തേജനം കൊടുത്ത് ഉയർത്തുകയാണ് ചെയ്തത് ഇഡിയുടെ റെയ്ഡ് എന്നതാണ് എൻ്റെ പക്ഷം. നമ്മൾ ഈ ഇഡിയെക്കുറിച്ച് ഇന്ന് മറ്റൊരു കാർട്ടൂൺ കണ്ടത്, ഇലക്ഷൻ ഡിപ്രഷനിലായി പോയ CPM-ന് ഇഡി ഒരു മരുന്നായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ആൻറ്റി ഡിപ്രസൻ്റ് ആയിട്ട് പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. CPM-നെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയമായ ഒരു ഉണർവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് CPM പ്രതിരോധത്തിലായിട്ടില്ല. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വന്നാൽ നോക്കൂ, ഇവിടെ എന്താണ് ഈ ചോദ്യം ഇതാണ്, CPM പ്രതിരോധത്തിലാകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ പുറത്തു വരുന്നത് എന്താ മുഖ്യമന്ത്രിയുടെ മൗനം? പ്രതിരോധത്തിലാകുമ്പോഴാണല്ലോ നിങ്ങൾ മൗനം പാലിക്കുന്നത്. ഈ റെയ്ഡ് കഴിഞ്ഞ് ആ നിമിഷം ഇറങ്ങി വന്ന് പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞില്ലേ, ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. ആർക്കായിരുന്നു പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നത്? രാഹുൽ ഗാന്ധിക്കായിരുന്നില്ലേ? I want to understand why the CBI and the ED take action against opposition politicians but do not take action against the Chief Minister of Kerala or the politicians of Kerala. Why has the ED taken no action on the Chief Minister of Kerala and his family? എന്തിനാണ് രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്? പൊളിറ്റിക്കലി ഇമ്മച്ചുറായ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? 2 തരത്തിൽ പൊളിറ്റിക്കലായിട്ട് ഇമ്മച്ചുറായിട്ട് രാഹുൽ ഗാന്ധി പെരുമാറിയിട്ടുണ്ട്. ഒന്ന് മൻമോഹൻ സിംഗ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ്? അന്ന് കോടതി വിധി വരുന്ന സമയത്ത് ഈ ശിക്ഷിക്കപ്പെട്ടവർ പിന്നീട് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കിയ ഒരു ഓർഡിനൻസ് ഇങ്ങനെ എടുത്ത് ചീറിക്കളയുന്ന രീതിയാണ് കാണുന്നത്. അതിനുശേഷം ഇന്ത്യ മുന്നണിയിൽ ഒപ്പം നിൽക്കുന്നവരെ ഒറ്റിക്കൊടുക്കുന്ന പരിപാടിയല്ലേ രാഹുൽ ഗാന്ധി ചെയ്തത്? ആ ചോദ്യമാണെന്ന് പിണറായി വിജയൻ ചോദിച്ചത്, പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് തൃപ്തിയായിട്ടുണ്ടോ എന്ന ചോദ്യം, ആ ചോദ്യം അടക്കം നേരിടേണ്ട ആളാണ് മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി ഇന്ന് മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുകയല്ലേ. VD, മോഡി, ED
ഈ കൂട്ടുകെട്ടിനെ കുറിച്ചാണ് CPM ഉയർത്തുന്ന ചോദ്യം. അതിനെതിരെ ഒരു വാക്ക് ശബ്ദിച്ചോ? 11 തവണ, ഒന്നല്ല 11 തവണ ചോദിച്ചു. അപ്പോഴും ആദ്യത്തെ പത്രസമ്മേളനത്തിൽ എന്താ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം പറഞ്ഞത്? മാധ്യമപ്രവർത്തകരുടെ ഏത് ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയാൻ ഇവിടെ ഉണ്ടാവും, ഞാനങ്ങനെ നിങ്ങളെ കബളിപ്പിച്ചൊന്നും പറഞ്ഞ ആളല്ല, ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് നിങ്ങളോടായിരിക്കും ആദ്യം പറയുക. വൈ സർ? 11 തവണയായിട്ടും ഉത്തരം കിട്ടാത്തത് എന്താ? നാളെ ഇപ്പോൾ പത്രസമ്മേളനം ഉണ്ടെന്ന് പറയുക. അങ്ങനൊരു വാക്ക് പോലും മാധ്യമപ്രവർത്തകരോട് പറയാമായിരുന്നല്ലോ. അതിന് വിവിധ തലത്തിൽ ജഗതിയുടെ നവരസങ്ങൾക്കും അപ്പുറത്തേക്ക് 11 രസം ഇട്ടിരിക്കുകയാണ് നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി. എന്നിട്ട് ഇതുവരെയും ഒരു കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല. അതിനിടയ്ക്ക് കെ മുരളീധരനാണ് ഇന്ന് അല്പമെങ്കിലും അതിലൊരു വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അത് അസ്ഥാനത്തായ റെയ്ഡാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കെ മുരളീധരൻ മാത്രമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? ഉത്തരം വളരെ ലളിതമാണ്. കാരണം അടുത്ത റെയ്ഡ് പോകുന്നത് എങ്ങോട്ടാണ് എന്നുള്ളത് ഇന്നലെ വൈകി ED പുറപ്പെടുവിച്ച പ്രസ് റിലീസിലുണ്ട്. എന്താണ് ആ പ്രസ് റിലീസിൽ പറയുന്നത്? ബ്രൈബ് വാങ്ങിയവരിലേക്ക്, കോഴപ്പണം വാങ്ങിയവരിലേക്കും അന്വേഷണം ഉണ്ടാകും എന്നുള്ളതാണ്. ബ്രൈബ് എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. കോഴപ്പണം വാങ്ങിയതായിട്ട് SFIയുടെ റിപ്പോർട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പകരം ഇന്റരിം സെറ്റിൽമെന്റ് റിപ്പോർട്ടിലുണ്ട്. അതിൽ ആരൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? അതിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ പേര് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഒരു കാരണവശാലും അതിന് അംഗീകരിക്കില്ല. കാരണം ജയിൽ ഹവാല കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ വിധിയുണ്ട്. ഏതെങ്കിലും ഒരു ഓഫീസിലേക്ക് കയറുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന വെള്ളക്കടലാസിൽ എഴുതി വെച്ചിരിക്കുന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരാൾക്കെതിരെ ലിറ്റിഗേഷന് പോകാൻ കഴിയില്ല. അതാണ് ജയിൽ ഹവാല കേസിലെ വിധി. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് ഒരു നീക്കം ED നടത്തുകയാണെങ്കിൽ ED ഇവിടെയും രാഷ്ട്രീയമായിട്ട് സമീപിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, ഒറ്റ കാര്യം എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളൂ. ഈ വീണ വിജയൻ എന്നാണ് ആദ്യമായിട്ട് ലോൺ വാങ്ങുന്നത്? 6/8/2015 അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ? 6/8/2015 ആദ്യത്തെ 25 ലക്ഷം രൂപ എംപവർ ഇന്ത്യ സൊല്യൂഷൻസ്, എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന CMRന്റെ സബ്സിഡിയറി കമ്പനി ലോൺ കൊടുക്കുന്നത് 6/8/2015 അന്ന് വീണ തൈക്കണ്ടിക്ക് ലോൺ കൊടുക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല, അന്ന് ഉമ്മൻചാണ്ടിയാണ്, പാർട്ടി സെക്രട്ടറിയാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്. നോക്കൂ, അപ്പോൾ ഈ വീണ വിജയന് ഈ ലോൺ കൊടുക്കുന്നത് കൊണ്ട് ഒരു പ്രത്യുപകാരം കിട്ടണമല്ലോ. പാർട്ടി സെക്രട്ടറിയായ CPMന്റെ പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയനിൽ നിന്ന് എന്ത് പ്രത്യുപകാരമാണ് CMRൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക? അതറിയണമെങ്കിൽ CMRലുമായി ബന്ധപ്പെട്ടും കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയം അറിയണം. ഒരൊറ്റ പാർട്ടി മാത്രമേ ഇവിടെ സ്വകാര്യ വ്യക്തികൾക്ക് കരിമണൽ ഖനനം ചെയ്യാൻ അവകാശമുള്ളൂ, അല്ലെങ്കിൽ കരിമണൽ ഖനനം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിനെതിരെ സമരം ചെയ്ത പാർട്ടിയാണ് CPM. അന്ന് VM സുധീൻ അടക്കമുള്ളവർ സ്വന്തം പാർട്ടിയിലെ തീരുമാനത്തെ എതിർത്തു. കരിമണൽ സ്വകാര്യ ലോബിക്ക് ഖനനം ചെയ്യാൻ വിട്ടുകൊടുക്കരുത് എന്ന നിലപാടായിരുന്നു VM സുധീരൻ്റേത്. ഒടുവിൽ CPM എടുത്ത നിലപാടെന്താ? CPM അന്നും ഇന്നും ഒറ്റ നിലപാടാണ് എടുത്തത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലായിരിക്കണം കരിമണൽ ഖനനം. അതിനെതിരെ സ്വകാര്യ കമ്പനിക്ക് വേണ്ടി CMRലിന് വേണ്ടി രാഷ്ട്രീയമായി അധികാര ദുർവിനിയോഗം നടത്തി കരിമണൽ ഖനനം സ്വകാര്യ കമ്പനിക്ക് വിട്ടുകൊടുക്കാം എന്ന നിലപാടെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ CMRലിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇഞ്ച് പോലും, ഒരു രൂപയുടെ പോലും നിയമം വിട്ട ഒരു വഴിക്കും പാർട്ടി നീങ്ങിയിട്ടില്ല. പിണറായി വിജയന്റെ 10 വർഷക്കാലം നീങ്ങിയിട്ടില്ല. ഇതെവിടെ പൊളിഞ്ഞു പോകുന്നതെന്നറിയാമോ? ഇത് കൈക്കൂലി പണമാണ് എന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ഹൈക്കോടതി വിധി നിങ്ങൾ ചലഞ്ച് ചെയ്യണം. ഹൈക്കോടതി വിധി നിങ്ങൾക്ക് ഇനി ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. സുപ്രീം കോടതി വരെ പോയി അവിടെ നിന്ന് മാറ്റിക്കൊള്ളാനേറ്റ പ്രഹരം ചെറുതാണോ? നിങ്ങൾ രാഷ്ട്രീയം കളിക്കാൻ ഇങ്ങോട്ട് വരരുതെന്ന് മാത്രമല്ല, ഇനി ഇതുമായിട്ട് വന്നാൽ 10 ലക്ഷം രൂപ നിങ്ങൾ കെട്ടിവെക്കേണ്ടി വരും എന്ന് മാറ്റിക്കൊള്ളാനോട് സുപ്രീം കോടതി പറയുക. വീണ തൈക്കണ്ടിയിൽ ഇക്കാര്യത്തിൽ പ്രതിയായി എന്ന രൂപ, പൂർണ്ണമായും കുറ്റവാളിയാണ് എന്ന രൂപത്തിലൊരു കൺക്ലൂഷനിലേക്കൊന്നും ഞാൻ വരുന്നില്ല. ഇത് കേന്ദ്ര ഏജൻസി നേരെ വന്ന ഒരു കേസല്ല. ഈ കേസ് നിൽക്കുന്നിടത്തോളം CPMന്റെ ഭാഗത്തു നിന്നോ പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്നോ CMRലിന് വഴിവിട്ട ഒന്നും, ലാഭകരമായ ഒന്നും, അത് ഇന്നലെ ഞാൻ വിശദീകരിച്ചതാണ്. അത് ലാൻഡ് സീലിംഗിന്റെ കാര്യത്തിലാണെങ്കിലും NBFCക്ക് നിങ്ങൾക്കൊരാൾക്ക് ലോൺ കൊടുക്കുന്നതിന് തടസ്സമുണ്ടോ? നിങ്ങൾ വീണ തൈക്കണ്ടി എന്ന് പറയുന്നത് എന്റർപ്രണർ കൊടുക്കുന്നതിന് നിയമപരമായ തടസ്സമുണ്ടോ? വീണ തൈക്കണ്ടി എന്ന ഓൺട്രപ്രണർ എങ്ങനെയാണ് ഈ പറയുന്ന CMRൽ നോക്കൂ, തെളിവില്ല എന്ന് അതിനുശേഷം ഒരു സേവനം എന്ന കാര്യം വരുന്നു. ലോജിക്കിലെ ജീവനക്കാർ പറയുന്ന മൊഴിയും ഈ പറയുന്ന CMRലെ ഉദ്യോഗസ്ഥർ നൽകിയ മൊഴിയും അത് രണ്ടും വീണ തൈക്കണ്ടിക്കെതിരല്ലേ? എന്താണ് സേവനം എന്ന് ഈ രണ്ടു കൂട്ടർക്കും അറിയില്ല. എന്തായിരുന്നു സേവനം? അല്ല, എനിക്കറിയില്ല. IT സേവനത്തിന് 3 കാര്യങ്ങളല്ലേ? ഡെവലപ്മെന്റ്, മാനേജ്മെന്റും ഉണ്ട്. ഡെവലപ്മെന്റും മാനേജ്മെന്റും AMC സ്മൃതി ഇൻഷുറൻസ് അടയ്ക്കുന്നുണ്ടല്ലോ. സ്മൃതി അടയ്ക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഇതുവരെ സേവനം തന്നിട്ടില്ലെങ്കിലോ ആ സേവനം ഇല്ലേ? നിങ്ങൾ എപ്പോഴാണ് ഇൻഷുറൻസ് അടയ്ക്കുന്നത്? എപ്പോഴാണ് AMC നിങ്ങൾ കോൺട്രാക്ട് ചെയ്യുക? AMC ഉണ്ടെങ്കിൽ നമ്മൾ ഈ സംസാരിക്കുന്ന കെട്ടിടത്തിൽ പോലും ഇവിടുത്തെ സോഫ്റ്റ്വെയറിന്, ഇവിടുത്തെ എക്യുപ്മെന്റ്സിന് AMC കൊടുക്കുന്നത് ഇതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാലോ ഇതിന്റെ മെയിൻ്റനൻസ് ആവശ്യമായി വരുന്ന ഘട്ടത്തിലോ നിങ്ങൾ തേർഡ് പാർട്ടി സൊല്യൂഷൻ എടുക്കും.
അത് ഏത് കമ്പനി ആണെങ്കിലും എടുക്കും, അത് ഏത് പ്രൊവൈഡർ ആണെങ്കിലും എടുക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.